സോ ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട്സിന്റെ ഒക്കെ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് GM.ai തുടങ്ങാം. അവർ എയർ ഡ്രോപ്പിന്റെ ഫസ്റ്റ് ഫേസ് സ്നാപ്ഷോട്ട് അവർ ഇന്നലെ എടുത്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് അവരുടെ ഡയമണ്ട്സ് നമുക്ക് GM ടോക്കൺ കണ്ടിട്ടുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ ടെലിഗ്രാം ചാനൽ ആദ്യമേ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും ചെയ്യാനാണെങ്കിൽ എത്രയും വേഗം തന്നെ ചെയ്യുക. കാരണം സമയം 24 hours മാത്രമേ ഉള്ളൂ. നമുക്ക് 20,000 കഴിഞ്ഞിട്ടുള്ള ഒരു ഡയമണ്ട്സ് ആണ് നമുക്കിപ്പോൾ കറന്റ് നമുക്ക് ടോക്കണായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമുക്കൊരു 40,000 ഉണ്ടെങ്കിൽ 20,000 ലോക്ക് ആക്കി വെച്ചിട്ട് ബാക്കിയുള്ളത് മാത്രമേ നമുക്കിപ്പോൾ തൽക്കാലം കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ പേടിക്കേണ്ട, അവർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഡയമണ്ട്സ് ഒന്നും പോകത്തില്ല. അതായത് നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമ്മുടെ BRN മെറ്റാവേഴ്സിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഇത് ഓൾറെഡി BRN മെറ്റാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പ്യൂർലി ഒരു Web3 ഗെയിമിംഗ് ഒരു പ്രൊജക്റ്റ് ആണ്. സോ അവരുടെ ടോക്കണാണ് BRN എന്ന് പറഞ്ഞത്. സോ ഇതിന്റെ ഒരു ഗെയിമിംഗ് ബോട്ട് നമ്മൾ ടെലിഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അവരുടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് കൊടുത്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കുന്ന യൂസേഴ്സിന് മാത്രമേ അവർ എയർ ഡ്രോപ്പ് കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അതായത് നമുക്ക് കാണാം നമ്മുടെ ഗെയിം ഒരു 1 to 4 month മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ കളിക്കുന്നവർക്ക് മാത്രമേ അവർ എയർ ഡ്രോപ്പ് കൊടുക്കത്തുള്ളൂ. അതായത് ബോട്ട്സിനെയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. സോ എല്ലാവരും മാക്സിമം പോയിന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ശ്രമിക്കുക BRN മെറ്റാവേഴ്സിൽ. അതുപോലെ നമ്മൾ ചെയ്യുന്ന വേറൊരു പ്രൊജക്റ്റ് ആണ് ബനാന ഗെയിമിംഗ് എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ അവർ പുതിയൊരു കുറച്ച് ബനാനസ് ഇൻട്രൊഡ്യൂസ് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ഏക്നാന എന്ന് പറഞ്ഞത്. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ $100 ആണ്. സോ നമുക്കിവിടെ കാണാം ട്വിറ്ററിലേക്ക് ഒരു പുള്ളിക്ക് ഇത് കിട്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. മീൻസ് പുള്ളി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, അവർ റീട്വീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ അവർ $10, $5 ഒക്കെ പുതിയ പുതിയ ബനാനസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ മാക്സിമം ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക. ലക്ക് അനുസരിച്ച് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാക്സിമം $500 പെർ ബനാനയ്ക്ക് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ പുതിയൊരു ഗെയിം ഇവർ ലോഞ്ച് ആക്കിയിട്ടുണ്ട്. അതായത് ബിനാൻസ് ലാബ്സ് അവർ സീസൺ 7 ഇൻക്യുബേഷനിലേക്ക് സെലക്ട് ആക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതിന്റെ പേരാണ് ടോൺ ഗെയിംസ് പറഞ്ഞത്. സോ അവരുടെ തന്നെ ഏറ്റവും ഫസ്റ്റിലെ ഗെയിമാണ് ഡ്രിഫ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത്. സോ നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജോയിൻ ആയിട്ടുള്ളൂ. സോ നമുക്ക് മാക്സിമം നേരത്തെ കയറി കഴിഞ്ഞാൽ നല്ലൊരു എയർ ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് അതിന്റെ കാര്യങ്ങളൊന്നും കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഗെയിം ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ കാണാം ചെയ്യാനൊന്നുമില്ല, നമ്മൾ ഇതൊരു കാറിന്റെ ഒരു ജസ്റ്റ് ആനിമേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് മേളിൽ കാണാം നമ്മുടെ റെസ്പെക്റ്റുള്ള സാധനം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ ദിവസം നമുക്കിവിടെ എത്ര മില്യൺ കയറുന്നു അതനുസരിച്ച് നമുക്ക് ഡ്രിഫ്റ്റ് കോയിൻ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്കിവിടെ ഇവിടെ ടാപ്പ് ചെയ്യാൻ നമ്മൾ കാണാം നമുക്ക് നമ്മുടെ ഏൺ പെർ സെക്കൻഡ് എത്രയാണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ ദിവസം നമുക്ക് ആ ഡ്രിഫ്റ്റ് കോയിൻസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ജസ്റ്റ് കാണാം നമുക്കിവിടെ ഓരോ ടാപ്പ് ചെയ്യാൻ നമുക്ക് ഓരോരോ കാർസ് ഇങ്ങനെ ഇവിടെ നമ്മുടെ ഇവിടെ ബാഗിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജസ്റ്റ് ഇത് മെർജ് ചെയ്യുക അങ്ങനെ ഞങ്ങൾക്ക് പുതിയ പുതിയ കാർ അപ്പോൾ 9 ലെവൽ നമ്മൾ മെർജ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10 ലെവലിലെ കാർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ നമ്മുടെ പ്രോഫിറ്റ് പെർ അവർ നമ്മുടെ മേളിൽ കൂടിക്കൊണ്ടിരിക്കും. സോ അത്രയാണ് ബേസിക് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ ഏൺ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോഴും നമുക്ക് ടാപ്പ് ചെയ്യേണ്ട ആവശ്യം, നമ്മൾ കാർ ലെവൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഒരുപാട് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യം നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിലായിരിക്കും. സോ എന്തായാലും ടെലിഗ്രാം ചാനൽ ഒന്ന് മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. പെട്ടെന്ന് ഇവിടുന്ന് കിട്ടുന്നതൊക്കെ നമ്മൾ അപ്പം തന്നെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് ഓരോ കോംബോസും അതുപോലെ തന്നെ ഓരോ ആൻസറൊക്കെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ടെലിഗ്രാം ചാനൽ മാത്രമേ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇടത്തുള്ളൂ. സോ എന്തായാലും ടെലിഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക.